സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റ് വർഷങ്ങൾക്ക് ശേഷം തുറന്നു. ഗേറ്റിന് മുന്നിലുണ്ടായിരുന്ന ബാരിക്കേഡും ഒരു വശത്തേക്ക് നീക്കി. നിലവിൽ ഉദ്യോഗസ്ഥർക്കും മന്ത്രിവാഹനങ്ങൾക്കുമാണ് പ്രവേശനം. റിനു ശ്രീധറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, വിവരങ്ങൾ. അമൃത, ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങളാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് സമരഗേറ്റ് വർഷങ്ങളായി അടഞ്ഞുകിടന്ന പിണറായി സർക്കാരിന്റെ കാലത്ത് അടച്ചിട്ടത് എന്ന് തന്നെ നമുക്ക് പറയാം. ആ സമരഗേറ്റ് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ഇതുവഴി ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ മന്ത്രിവാഹനങ്ങൾക്കുമാണ് അകത്തേക്കും പുറത്തേക്കും അനുമതിയുള്ളത്. സാധാരണക്കാർ സെക്രട്ടേറിയറ്റിന് ഉള്ളിലെത്തുന്നവർക്ക് പുറത്തേക്ക് ഇതുവഴി പോകാമെന്നുള്ളതാണ്. നമുക്ക് ഈ ബോർഡ് കാണാം. നോർത്ത് ഗേറ്റ് സന്ദർശന സമയം വൈകുന്നേരം 3 മണി മുതൽ 5 വരെ എന്നുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വെച്ച ബോർഡാണ്. ഇതുവഴി ആളുകളെയൊക്കെ തന്നെ അകത്തേക്ക് കടത്തിവിടാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ എത്തുന്നവരൊക്കെ പറയുന്നത്. എന്തായാലും ഈ യൂണിയൻ പ്രതിനിധികളൊക്കെ തന്നെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. അവരിപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ ഗേറ്റ് തുറക്കാനുള്ള കാരണം? യഥാർത്ഥത്തില് ഇവിടെ ഗേറ്റ് അടയ്ക്കാൻ ഈ സർക്കാർ ഉത്തരവിട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം വി.ഡി. സതീശൻ സാർ ഇന്നലെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ ഗേറ്റ് അടയ്ക്കാൻ ഉത്തരവിട്ടിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? മുൻകാലങ്ങളിൽ ഭരണാധികാരികൾ ഇത് അടയ്ക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് അടഞ്ഞു കിടന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അടയ്ക്കാൻ ഉത്തരവിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ്, അതായത് സർക്കാരിന് ജനങ്ങളെ അകറ്റി നിർത്തുക എന്നുള്ളൊരു സമീപനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഗേറ്റ് ഇവിടെ ഇന്ന് മലർക്കെ തുറന്നു കിടക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനം ഒരു കാര്യം കൂടി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്, ഈ ഗേറ്റൊക്കെ തുറന്നു. പക്ഷേ ഇവിടെ ഈ നോർത്ത് ഗേറ്റ് എന്ന് പറയുന്ന ആ ഗേറ്റിന്റെ ആ ബോർഡ് നമുക്ക് ശ്രദ്ധിക്കാം. ഓർത്ത് ഗേറ്റ് എന്നുള്ളതാണ് ഉള്ളത്. അതിന്റെ എന് ഇവിടെ നിന്ന് പോയി എന്നുള്ളതാണ്. അത് തകർന്നു വീണു എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ അത് ശരിയാക്കാൻ കഴിയില്ല. എന്തായാലും ഈ ഭരണാധികാരികൾ, മുഖ്യമന്ത്രികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ ചുമതലയുള്ളവർ അതുകൂടി പരിഹരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അമൃത. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.